കോട്ടയത്തെ ആകാശപാതയെ ചൊല്ലി CPM-ഉം കോൺഗ്രസും തമ്മിലുള്ള കൊമ്പുകോർക്കൽ തുടരുന്നു. ഒരിടവേളയ്ക്ക് ശേഷമാണ് വീണ്ടും നഗരത്തിലെ ആകാശപാത രാഷ്ട്രീയ ചർച്ചയാകുന്നത്. ജൂൺ 26-ന് നിയമസഭയിൽ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പാത പുതുക്കിപ്പണിയണമെന്ന് ആവശ്യപ്പെടുകയും സംസ്ഥാന സർക്കാർ അതിനെ എതിർക്കുകയും ചെയ്തതോടെയാണ് പ്രത്യക്ഷ സമരങ്ങൾ ആരംഭിച്ചത്. ആകാശപാത പൊളിക്കണമെന്ന് സർക്കാർ നിലപാട് പ്രഖ്യാപിച്ചതോടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഉപവാസ സമരം നടത്താൻ തീരുമാനിക്കുകയായിരുന്നു. ശനിയാഴ്ച ആകാശപാതയ്ക്ക് കീഴിൽ നടന്ന ഉപവാസ സമരത്തിൽ കോൺഗ്രസ് പ്രവർത്തകരും പങ്കെടുത്തു. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും ഇതിന്റെ ഭാഗമായി. സമരം അവസാനിക്കുന്നതിന് മുൻപേ ആകാശപാതയിലേക്ക് CPM ജില്ലാ കമ്മിറ്റി പ്രതിഷേധ മാർച്ച് നടത്തി. ഭൂമി ഏറ്റെടുക്കൽ പോലും പൂർത്തിയാക്കാതെയാണ് പാതയുടെ നിർമ്മാണമെന്ന് ആരോപിച്ചായിരുന്നു മാർച്ച്. കോട്ടയംകാരായ ആരും അനുകൂലിക്കാത്ത പദ്ധതി പാളിപ്പോയെന്നറിഞ്ഞ MLA അതിൽ CPM-നെ കുറ്റപ്പെടുത്തുകയാണെന്ന് യോഗം ഉദ്ഘാടനം ചെയ്ത പാർട്ടി ജില്ലാ സെക്രട്ടറി AV റസൽ പറഞ്ഞു. കേരളത്തിലെ പ്രതിപക്ഷ MLA-മാരുടെ മണ്ഡലങ്ങളിൽ എവിടെയെങ്കിലും ഏതെങ്കിലും പ്രതിപക്ഷ MLA-ക്ക് ഈ സർക്കാർ അവിടുത്തെ വികസന പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന അഭിപ്രായമുണ്ടോ? ഉദ്ഘാടനം ചെയ്ത രമേശ് ചെന്നിത്തലയ്ക്കുണ്ടോ? ഹരിപ്പാട് മണ്ഡലത്തിൽ എനിക്ക് ഹരിപ്പാട് മണ്ഡലവുമായി നല്ല ബന്ധമുണ്ട്. എൻ്റെ ഭാര്യ വീട് അവിടെ. എന്തെല്ലാം വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഒരു പക്ഷപാതപരമായി പ്രതിപക്ഷ MLA ആണ് എന്നുള്ളത് കൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള വ്യത്യസ്തമായ സമീപനമോ കാഴ്ചപ്പാടോ ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റ് സ്വീകരിക്കുന്നുണ്ടോ? ആകാശപാതയ്ക്ക് കീഴിലുള്ള കോൺഗ്രസിന്റെ ഉപവാസ സമരം അവസാനിക്കാത്തതിനാൽ തിരുനക്കരയിലെ പഴയ ബസ് സ്റ്റാൻഡിൽ CPM മാർച്ച് അവസാനിപ്പിച്ചു. അതേസമയം വിവാദങ്ങളും സമരങ്ങളും തുടരുമ്പോൾ ആകാശപാതയിൽ എന്ന് തീരുമാനമുണ്ടാകുമെന്ന് കാത്തിരിക്കുകയാണ് കോട്ടയത്തുകാർ. സീ മലയാളം ന്യൂസ്, കോട്ടയം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.